വാജിവാഹനം കയ്യിൽ വെച്ച തന്ത്രിയെ ചോദ്യം ചെയ്തു, പക്ഷെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ സ്വർണ്ണക്കടത്തും ഈ നടന്ന കപട നാടകങ്ങൾക്ക് മുഴുവൻ ചുക്കാൻ വലിച്ചത് ശബരിമലയിലെ തന്ത്രിയാണ്. അദ്ദേഹം അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണെന്നോ അപ്പൂപ്പനാണെന്നോ ഒക്കെയാണ് കൺസെപ്റ്റ്. പക്ഷെ കാണിച്ചേക്കുന്നത് ഒന്നാം തരം കൊള്ളരുതായി. ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ശബരിമല തന്ത്രിയും മേൽശാന്തിമാരുമാണ് ഈ നടന്ന കൊള്ളയ്ക്ക് ആദ്യത്തെ ഉത്തരവാദികൾ. ദേവസ്വം ബോർഡ് എത്ര ശക്തമായിട്ട് ശ്രമിച്ചാലും മേൽശാന്തിയും തന്ത്രിയും അറിയാതെ ശബരിമലയിൽ ഒരു ഈച്ച പോലും ഇറങ്ങില്ല സന്നിധാനത്ത്. ചിലപ്പോൾ താഴെ ഈ എന്താ പറയുന്നത് കച്ചവടം നടക്കുന്ന സ്ഥലത്തൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ഇഷ്ടം നടക്കുമായിരിക്കും. പക്ഷെ ദേവൻ്റെ കാര്യത്തിൽ, അയ്യപ്പൻ്റെ കാര്യത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കേണ്ടതും അവിടുന്ന് എന്തെടുക്കണമെന്നും എന്ത് വയ്ക്കണമെന്നും എവിടെ വയ്ക്കണമെന്നും എന്ത് കൊടുക്കണമെന്നും ഒക്കെ തീരുമാനിക്കേണ്ടത് തന്ത്രിയും മേൽശാന്തിമാരുമാണ്. ഇപ്പം ഇവരുടെ പങ്ക് നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല.